ായിട്ടുള്ള ഒരു സഹാബിയെ ഉസാമ റളിയല്ലാഹു തആല അൻഹുവിനെ നേതാവായിട്ട് നിയോഗിച്ചു. പഠിക്കണം നമ്മൾ ചരിത്രം. സബോർഡിനേറ്റർ ആയിട്ട് ആരാ ഉള്ളതെന്ന് അറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. അൽ ഹഖ് യൻതിഖു അലാ ലിസാനി ഉമർ ഉദ്നു മിന്നി യാ ഉമർ അൻത മിന്നി യാ ഉമർ വഅന മിൻക യാ ഉമർ ലാ നബിയ ബഅദി. എനിക്ക് ശേഷം ഒരു നബി വരാനില്ല. അങ്ങനെ വരുമായിരുന്നെങ്കിൽ കാന ഉമർ, അത് ഉമറാകുമായിരുന്നേനെ. എന്നാൽ ഇത്ര ശക്തനായ ഭൗതികന്മാരെ വരെ എഴുതി വെച്ചിട്ടുണ്ട്, എ സിംഗിൾ സ്പിരിച്വൽ ഡൊമിനിയൻ ആൻഡ് 20 ഫിസിക്കൽ കിങ്ഡംസ് ആൻഡ് 20 ഫിസിക്കൽ കിങ്ഡംസ്. 20 ഭൗതിക രാജ്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ആത്മീയ ലോകമായി ഭരിച്ച ചക്രവർത്തി, ദാറ്റ് ഈസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. 20 രാജ്യങ്ങളെ, നമ്മൾ ഇന്ന് പറയുന്ന ഇറാൻ, നമ്മൾ ഇന്ന് പറയുന്ന ഇറാഖ്, നമ്മൾ ഇന്ന് പറയുന്ന ഷാം, നമ്മൾ ഇന്ന് പറയുന്ന സിറിയ, നമ്മൾ ഇന്ന് പറയുന്ന സൗദി അറേബ്യ, നമ്മൾ ഇന്ന് പറയുന്ന അതിന്റെ അയൽനാട്ടിൽ എത്രയൊക്കെ രാജ്യമുണ്ടോ, ഈ 20 രാജ്യങ്ങളെ ഒന്നിച്ചു ഭരിച്ച ആദ്യത്തെ ഇസ്ലാമിക ചക്രവർത്തിയുടെ പേരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. ഒരു രാജ്യത്തിന്റെ ചക്രവർത്തിയുടെ അവസ്ഥ എന്തായിരിക്കും? പക്ഷെ 20 രാജ്യങ്ങൾ ഒന്നിച്ചു ഭരിക്കാൻ അങ്ങനെ അള്ളാഹു വലിയ സ്ഥാനം കൊടുത്തിട്ടുള്ള ആളെ താഴെയാക്കിയിട്ട്, ഈ സമയത്ത് രാജാവല്ല, എന്നാലും അത്ര കപ്പാസിറ്റിയുള്ള, കേപ്പബിലിറ്റിയുള്ള, ഇന്റഗ്രിറ്റിയുള്ള മഹാവ്യക്തിത്വത്തെ ജസ്റ്റ് കീഴിലാക്കിയിട്ട് 17 വയസ്സുള്ള ഉസാമ റളിയല്ലാഹു തആല അൻഹുവിനെ നേതാവാക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ ഖലീഫയാണ്. ഉസ്മാന്റെ വഫാത്ത് സംഭവിച്ചു, ഖലീഫയായി. ആ രംഗം ആലോചിച്ച് നോക്ക്. ഉസാമയുടെ നേതൃത്വത്തിലുള്ള ആ സംഘത്തെ പുറപ്പെടുവിക്കുകയാണ്, ഉസാമയെ ലീഡറാക്കിയിട്ട് പുറപ്പെടുവിക്കുകയാണ്. ഉസാമ റളിയല്ലാഹു തആല അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പോയി കെഞ്ചുന്ന ഒരു രംഗമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. ആരാണിത്? ഇസ്ലാമിന്റെ ഖലീഫ. ഉലമാക്കൾ ഇരിക്കുന്നുണ്ട്, അവരോട് ചോദിച്ചു നോക്ക്, ഇവിടെ തങ്ങളൊക്കെ ഉണ്ട്. ആരാണിത്? ഇസ്ലാമിന്റെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. എന്നിട്ട് ഉസാമ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, ഉസാമ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ അബൂബക്കറിനെ ഉമറിനെ എനിക്കൊന്ന് തരുമോ? നിങ്ങളുടെ കൂട്ടത്തിൽ സഞ്ചാരം നടത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ എൻ്റെ കൂട്ടെ ഉമറിനെ ആക്കിക്കോട്ടെ. കാരണം ഇവിടെ ഇന്ന പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ്. ഇപ്പൊ എൻ്റെ കൂടെ ഉമർ ഉണ്ടാകണം. അതുകൊണ്ട് നിങ്ങൾ യാത്ര പോകുമ്പോൾ ഉമറിനെ എനിക്ക് തരുമോ എന്ന് യഥാർത്ഥ ഖലീഫ 17കാരനായ ചെറുപ്പക്കാരനോട് പോയി കെഞ്ചുന്ന ഒരു രംഗമുണ്ട് ഇസ്ലാമിൽ. That is captain, that is അമീർ. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് അമീർ എന്ന് പറഞ്ഞാൽ. ഒരു സംഘത്തിന്റെ നേതാവാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് അയാൾ താഴെയാണോ അയാൾ മുകളിലാണോ എന്ന്. നമ്മുടെ ഈ പ്രസ്ഥാനം, നമ്മുടെ ഈ ദൗത്യം ഒരു ചെറിയ പയ്യനെ പിടിച്ച് നേതാവാക്കിയാൽ അങ്ങനെ തന്നെ നിന്നു കൊടുക്കാൻ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വിധിയുണ്ട്. അതുകൊണ്ട് ഈ